നമസ്കാരം. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് രാവിലെ മാർച്ച് നടത്തിയിരുന്നു. മാർച്ചിനെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മറ്റത്തൂരിൽ വൈസ് പ്രസിഡന്റ് രാജി സന്നദ്ധത അറിയിച്ചതായി വാർത്ത വന്നിട്ടുണ്ട്. ആ രാജി കോൺഗ്രസിന് ആശ്വാസമാകുമോ? എടവിലങ്ങിൽ തുടർച്ചയായി വീടുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം രാഷ്ട്രീയ പകപോക്കലോ? അങ്ങനെ ഉത്തരം കിട്ടേണ്ട അനവധി ചോദ്യങ്ങളുണ്ട്. അതിനിടെ ജനജീവിതം ദുസ്സഹമാക്കുന്ന കാട്ടാനശല്യവും ഇന്ന് ന്യൂസ് ടൈമിൽ പരിശോധിക്കാം. ഓരോന്നിലേക്കും നമുക്ക് പോകാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ചൊക്കന മുപ്ലി പ്രദേശങ്ങളിലെ റബ്ബർ എസ്റ്റേറ്റുകളിൽ കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചു. നിർഭയമായി ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും കഴിയാതെ വലഞ്ഞ് തോട്ടം തൊഴിലാളികൾ. എടവിലങ്ങിൽ വീണ്ടും വീടിനു നേരെ ആക്രമണം. അർദ്ധരാത്രി ആക്രമണം ഉഴുന്നുകാട്ടിൽ പോളിന്റെ വീടിനു നേരെ. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രതിസന്ധി അയയുന്നു. ബി.ജെ.പി. പിന്തുണയോടെ ജയിച്ച് വൈസ് പ്രസിഡന്റായ കോൺഗ്രസിലെ നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെക്കും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മറ്റത്തൂർ വരന്തരപ്പിള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചൊക്കന മുപ്ലി പ്രദേശങ്ങളിലെ റബ്ബർ എസ്റ്റേറ്റുകളിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു. നിർഭയമായി ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും കഴിയാതെ വലയുകയാണ് തോട്ടം തൊഴിലാളികൾ. തലനാരിഴയ്ക്കാണ് പലപ്പോഴും തൊഴിലാളികൾ ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മറ്റത്തൂർ വരന്തരപ്പിള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ഹാരിസൺ മലയാളം പ്ലാന്റേഷനു കീഴിലെ റബ്ബർ തോട്ടങ്ങളിൽ തൊഴിലാളികൾക്കാണ് വന്യജീവികളെ ഭയന്ന് പണിയെടുക്കേണ്ട അവസ്ഥയുള്ളത്. പാടികളിൽ താമസിക്കുന്നവരും വെള്ളിക്കുളങ്ങര, കോടാലി, ഇഞ്ചക്കുണ്ട്, മുരിക്കുങ്ങൽ, പത്തുകുളങ്ങര, നായാട്ടുകുണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് എത്തുന്നവരുമായ തൊഴിലാളികൾ പുലർച്ചെ 5 മണിയോടെയാണ് ടാപ്പിങ്ങിനായി എസ്റ്റേറ്റിലെത്തുന്നത്. റോഡിൽ പലയിടത്തും വഴിവിളക്കുകളില്ലാത്തതും ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞും കാരണം കാട്ടാനകൾ തൊട്ടു മുന്നിൽ നിന്നാൽ പോലും കാണാനാവാത്ത അവസ്ഥയാണ്. റോഡിൽ നിൽക്കുന്ന കാട്ടാനകൾക്ക് മുന്നിൽ നിന്ന് ബൈക്കുപേക്ഷിച്ച് തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുന്നത് ഈ മേഖലയിലെ പതിവ് സംഭവങ്ങളാണ്. തലനാരിഴയ്ക്കാണ് പലപ്പോഴും തൊഴിലാളികൾ ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കുണ്ടായി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ ഷുഹൈബ് വ്യാഴാഴ്ച രാവിലെ ഇത്തരത്തിൽ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടിരുന്നു. ബൈക്കുപേക്ഷിച്ചോടിയ തന്നെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിക്കാൻ ആന പലതവണ ശ്രമിച്ചതായി രക്ഷപ്പെട്ട ഷുഹൈബ് പറഞ്ഞു. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. എടവിലങ്ങിൽ വീണ്ടും വീടിനു നേരെ ആക്രമണം. ഉഴുന്നുകാട്ടിൽ പോളിന്റെ വീടിനു നേരെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ആക്രമണമുണ്ടായത്. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. പോളും ഭാര്യയും മറ്റൊരു മുറിയിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകനായ പുത്തൻകാട്ടിൽ പ്രതാപന്റെ വീടിനു നേരെയും ആക്രമണമുണ്ടായിരുന്നു. പോലീസിന് ഇതുവരെ പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. ഇതിനിടയിലാണ് വീണ്ടും ആക്രമണമുണ്ടായത്. രാത്രി 12 മണിക്ക് ശേഷമാണ് സ്വരം കേൾക്കണത്. സാധാരണ അവിടെ കഴിക്കണ ആഞ്ഞിലിയുണ്ട്, അതിൻ്റെ മുകളിൽ നല്ല കമ്പ ചില്ല ആഞ്ഞിലി ചെക്കൊക്കെ വീണ സ്വരമാണ് കേൾക്കുന്നത്. ഓടും ഷീറ്റ് അതിൻ്റെ ഇത്തിരി ശബ്ദം കൂടും. അതാണ് ഇന്നലെ ധരിച്ച്. പക്ഷെ ഇന്ന് രാവിലെ മുറ്റോടിക്കാൻ 7 മണിക്ക് എണീറ്റപ്പോഴാണ് ചില്ല് പൊട്ടി കിടക്കുന്നത്. ഒരു കല്ല് അവിടെ കണ്ട്. കോൺഗ്രസിനെ വെട്ടിലാക്കിയ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രതിസന്ധി അയയുന്നു. ബി.ജെ.പി. പിന്തുണയോടെ ജയിച്ച് വൈസ് പ്രസിഡന്റായ കോൺഗ്രസിലെ നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെക്കും. നൂർജഹാൻ അടക്കമുള്ള 8 അംഗങ്ങളെയും നേരത്തെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. കോൺഗ്രസിനെ വെട്ടിലാക്കിയ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രതിസന്ധി അയയുന്നു. ബി.ജെ.പി. പിന്തുണയോടെ ജയിച്ച് വൈസ് പ്രസിഡന്റായ കോൺഗ്രസിലെ നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെക്കും. നൂർജഹാൻ അടക്കമുള്ള 8 അംഗങ്ങളെയും നേരത്തെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. പാർട്ടി തീരുമാനത്തിന് വഴങ്ങുമെന്ന് കൂറുമാറിയവരുടെ നേതാവ് TM ചന്ദ്രനും വ്യക്തമാക്കി. കൂറുമാറിയവരുമായി റോജി M. ജോൺ MLA നടത്തിയ ചർച്ചയിലാണ് പരിഹാരമായത്. പാർട്ടിക്ക് വഴങ്ങാൻ ഇവർ തീരുമാനിച്ചതോടെ പുറത്താക്കിയ എല്ലാവരെയും കോൺഗ്രസ് തിരിച്ചെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തങ്ങളിൽ ഒരാൾ പോലും ബി.ജെ.പിയിൽ ചേർന്നിട്ടില്ലെന്നും ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണെന്നും വിമതർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടെസി ജോസ് രാജിവെക്കാൻ സാധ്യതയില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി.ജെ.പിക്കൊപ്പം ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയായിരുന്നു. പഞ്ചായത്തിൽ 10 അംഗങ്ങളുണ്ടായിരുന്ന LDF ഭരണം പിടിക്കാതിരിക്കാനാണ് കോൺഗ്രസ് അംഗങ്ങൾ ബി.ജെ.പിക്കൊപ്പം ചേർന്നത്. മീഡിയ ടൈം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദത്തിൽ CPIM-ന്റെ MP-മാർക്കും MLA-മാർക്കും പങ്കുണ്ടോ എന്ന് കണ്ടെത്തണമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. വിവാദത്തെക്കുറിച്ച് CPIM ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു.
ഇവിടെ ഈ ജാഫറിൻ്റെ ഇത് പിന്നെ വോയിസ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിൻ്റെ ഓഡിയോനെ കുറിച്ച് എന്താ പറയാത്തെ? അത് ജാഫറിനെ നിഷേധിച്ചിട്ടുണ്ടോ? ബാബു നിഷേധിച്ചിട്ടുണ്ടോ? CPM പിന്നെ നേതാക്കന്മാർ നിഷേധിച്ചിട്ടുണ്ടോ? അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത്? ഇത്തരം ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ല? അപ്പം അതുകൊണ്ട് പൊതുജന മധ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നത് എന്ന് സ്പഷ്ടമാണ്. താഴെ നടന്ന ഒരു കാര്യത്തിൽ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പ്രതികരിക്കാതെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഡിക്കേഷനാണ്. അദ്ദേഹം കൊടുക്കുകയാണ്, ഇന്നെ പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് പൊതുജനത്തോട് വിളിച്ചു പറയുമ്പോൾ അതേ രീതിയിൽ ആ സെയിം സെന്റൻസ് ആണ് അബ്ദുൾ ഖാദർ പറയണത്, ചാക്കിട്ട് പിടിച്ചിട്ടില്ല. കുഴൂർ ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് ആറാട്ടോടെ സമാപനം. അവസാന ദിവസം ആറാട്ട് നടന്നു. രാവിലെ കൊടിയിറക്കത്തിനു ശേഷം ആറാട്ടിന് എഴുന്നള്ളത്ത്, തിരിച്ചെഴുന്നള്ളത്ത്, തിരുവാതിര സദ്യ എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. നെല്ലായി തുപ്പാൻകാവ് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് മീഡിയനിലിടിച്ച് യുവാവ് മരിച്ചു. അങ്കമാലി പീച്ചാനിക്കാട് മങ്ങാട്ടുകര പനങ്ങാട്ടുപറമ്പിൽ വർക്കി മകൻ 31 വയസ്സുള്ള നിധിനാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊക്കന മുപ്ലി പ്രദേശങ്ങളിലെ റബ്ബർ എസ്റ്റേറ്റുകളിൽ കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചു. നിർഭയമായി ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും കഴിയാതെ വലഞ്ഞ് തോട്ടം തൊഴിലാളികൾ. എടവിലങ്ങിൽ വീണ്ടും വീടിനു നേരെ ആക്രമണം. അർദ്ധരാത്രി ആക്രമണം ഉഴുന്നുകാട്ടിൽ പോളിന്റെ വീടിനു നേരെ. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രതിസന്ധി അയയുന്നു. BJP പിന്തുണയോടെ ജയിച്ച് വൈസ് പ്രസിഡന്റായ കോൺഗ്രസിലെ നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെക്കും. ഇതോടെ ന്യൂസ് ടൈംസ് സമാപിച്ചു. നമസ്കാരം.